ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കട്ടെ. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ അച്ഛയുടെ പ്രൊമോഷൻ്റെ ആണെങ്കിൽ സെറിമണി അവിടെ നടക്കുമായിരുന്നേ. അപ്പം എനിക്ക് ആ പരിപാടി നമ്മൾ ലൈവായിട്ട് അവർ വീഡിയോ കോൾ വിളിക്കും, അങ്ങനെയാണ് നമ്മളെ കാണിക്കുന്നത്, അത് നടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ ആരും ആ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കില്ല. കാരണം അതൊക്കെ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നടക്കുന്നത്. നമുക്ക് വെളി കാണിക്കാൻ പറ്റുന്നത് ഫാമിലിയിൽ മാത്രമുള്ളവർക്ക് മാത്രമേ അവിടുത്തെ റൂൾസ് വെച്ച് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും എൻ്റെ അച്ഛയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ മാത്രം ആ സന്തോഷം കണ്ടാൽ മതിയോ? ചേട്ടായിക്ക് ജന്മം കൊടുത്താൽ ചേട്ടായുടെ അമ്മ കാണണ്ടേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേട്ടായുടെ ലൈഫിൽ വന്നിട്ട് 15 വർഷമായില്ലേ. ചേട്ടായിനെ പിന്നെ പെറ്റ് വളർത്തി ചേട്ടാൻ ഈ നിലയിൽ പട്ടാളത്തിൽ വിട്ട് ഇത്രയും നല്ലൊരു മകനായി മാറി നല്ലൊരു അച്ഛനാക്കി മാറ്റിയത് ഞങ്ങളുടെ അമ്മയല്ലേ. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എനിക്കല്ലല്ലോ, അപ്പം എൻ്റെ ചേട്ടായുടെ അമ്മയ്ക്കല്ലേ. അപ്പം ലൈഫിൽ ഏറ്റവും കൂടുതൽ അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ അമ്മയ്ക്കാണ്. ഇപ്പം അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അപ്പം അമ്മയ്ക്കാണ്. അമ്മയുണ്ട് വീട്ടിൽ, അനിയത്തിയുണ്ട്. അപ്പം ആ ഒരു രംഗം എൻ്റെ അമ്മേനെ കാണിക്കാൻ, കാരണം ഏറ്റവും ഒരു അമ്മയ്ക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു മൂമെൻറ്റാണത്. അപ്പോൾ അത് അമ്മ കാണണ്ടേ, ആ വീഡിയോ അത് മകനെ ഇതൊക്കെ വെക്കുന്നത് കാണണ്ടേ. അപ്പോൾ അതിന് ഞാൻ അമ്മയുടെ അടുത്ത് പോകാം. അപ്പം എൻ്റെ മക്കളാണെങ്കിൽ അവന്മാർ സ്കൂൾ എക്സാം നടക്കും കേട്ടോ. അപ്പോൾ അമ്മർക്ക് അത് കാണാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇതാണ് കേട്ടോ, ജലദോഷം. ഇനി അച്ഛൻ വന്നിട്ട് വേണം, അലർജിയുടെ എന്തോ സംതിങ് ഞാൻ തോന്നുന്നു, എനിക്കിപ്പം സമയമില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് വേണം കൊണ്ട് കാണിക്കാം. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യമാണ്. അപ്പോൾ മാമനെ അപ്പം ഇവൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അമ്മയെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യണം, വീഡിയോകൾ വിളിക്കുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, കാരണം ഞങ്ങൾക്ക് വരുമ്പം ഞങ്ങളുടെ അച്ഛയുടെ വീഡിയോ കാണണം എന്നൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതോ ഇതെന്താ അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര വിഷമം കേട്ടോ. അച്ഛയുടെ ഇത് കാണാൻ പറ്റത്തില്ലെന്ന് അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ ഇനി അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയോട് സംസാരിക്കട്ടെ കേട്ടോ. ഇതെൻ്റെ അനിയൻ്റെ ഭാര്യ, ഇതെൻ്റെ അമ്മ. ഞങ്ങളുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ, ഞങ്ങൾ ഭയങ്കര ബോണ്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന ചേട്ടായുടെ ഇതിനെ കാണുമായിരുന്നു. മാള് പക്ഷേ ഒന്നും സംസാരിക്കത്തില്ല, മാളിന് ചിരി മാത്രമേ ഉള്ളൂ. എന്ത് ചോദിച്ചാലും ചിരിച്ചോളൂ, ചിരിച്ചോണ്ടിരുന്നുള്ളൂ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മ ചിരിക്കുക കേട്ടോ. അമ്മയോടുണ്ടല്ലോ, അവർ നമ്മൾ സ്ക്രീനിൽ കാണിക്കും കേട്ടോ പ്രൊമോഷൻ്റെ. അപ്പം നമ്മളങ്ങോട്ട് ഹിന്ദിയിൽ സംസാരിക്കണം. ഞാൻ അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ അവർ മൈക്കിൽ കൂടെ പറയും ഇങ്ങനെ ചേട്ടായുടെ കിട്ടിയതിന് സന്തോഷകരമാണ്. ഭയങ്കര ചിരി കേട്ടോ. എന്താ നമുക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ അങ്ങ് സംസാരിക്കണം. അയ്യോ വേണ്ട, ഞാനൊന്നും എനിക്ക് ഹിന്ദി ഒന്നും സംസാരിക്കണം, ഞാൻ പറയത്തില്ല, നീ അങ്ങ് പറഞ്ഞോളെ. അപ്പോൾ നമ്മൾ ഹിന്ദിയിലൊക്കെ അവരെല്ലാവരെയും നമ്മൾ അനുമോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്. അപ്പം ആളിരുന്ന് ചിരിക്കുക, ഞാൻ പറഞ്ഞപ്പം അവളിരുന്ന് ചിരിക്കുക അമ്മയോട്. വലിയ കേട്ടോ, അതെ മോൻ വരുന്നുണ്ടോ? മോൻ വരുന്നതിന് കാപ്പേരി വറക്കും കേട്ടോ. കണ്ടോ ഞങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ ടെക്നോളജി? കാപ്പേരി വെച്ചിരിക്കുന്നത്, കാപ്പേരി അടുപ്പല്ലല്ല, അതിൻ്റെ മേളിൽ ഒരു പാത്രം വെച്ചിരിക്കുക, അതിൻ്റെ മേളിലാണ്. പുതിയ ടെക്നോളജിയാണ്. ചൂടടിക്കുമോ? ഇവിടെ ഒരു പാത്രം, അതിന്റെ മണ്ടയ്ക്ക്. ഞങ്ങളുടെ മാമി ഭയങ്കര ടെക്നോളജി ഒക്കെ അറിയാം. ഞാൻ പറഞ്ഞ അമ്മേ മോന് പ്രൊമോഷൻ കിട്ടിയിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയാനാ, ഇത്രയും നാളും 22 വർഷം കൊണ്ട് കാത്തിരുന്ന് ഒരു പ്രൊമോഷൻ കിട്ടി. അതിനകത്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ അധികം സന്തോഷം. ചേട്ടാനെ സ്ക്രീനിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണോ എന്താ? പക്ഷേ ഞങ്ങളുടെ അച്ചാച്ചൻ മാത്രമേ ഇല്ലായിരുന്നു, അച്ചാച്ചനും ഇല്ലായിരുന്നു, പിന്നെ എൻ്റെ പിള്ളേരില്ലായിരുന്നു, 4 പിള്ളേരും ഇല്ല, അനിയനും ഇല്ലായിരുന്നു. ബാക്കി ഞങ്ങൾ 3 പേരും കണ്ടു. ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും ഭയങ്കര കോമഡിയാണ്. ഇനിയിപ്പം അവന്മാർ പിള്ളേർ പറഞ്ഞു സ്ക്രീൻ റെക്കോർഡ് എടുക്കണമെന്ന് പറഞ്ഞു, അത് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഫോട്ടോയൊക്കെ വരും, അപ്പം ഞാൻ കാണിച്ചേ. ഞങ്ങളുടെ അമ്മയുടെ ഐഡിയ ഉണ്ടോ, ഈ അമ്മയുടെ ദേഹത്തോട്ട് വരാതിരിക്കാൻ കണ്ടോ, ഡിഷ് വെച്ച് മറച്ചിരിക്കുക. നിങ്ങളുടെ അമ്മ ഭയങ്കര ടെക്നോളജി ഉള്ള ആളാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. പിന്നെ ചേട്ടയ്ക്ക് ഒത്തിരി അധികം സന്തോഷമായി. പക്ഷേ എൻ്റെ പിള്ളേർക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ എല്ലാവർക്കും എൻ്റെ ചേട്ടായിക്ക് ഒത്തിരി വിഷ് ചെയ്തായിരുന്നു കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ബൈ.